Next topic, theoretical isotherms from van der Waals equation and the critical state. Then relationship between van der Waals constant and critical constants. നമുക്കറിയാം van der Waals equation for 1 mole of a gas is equal to P plus A by V square into V minus B is equal to RT. ജസ്റ്റ് നമ്മൾ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണ് പി വി മൈനസ് പി ബി പ്ലസ് എ ബൈ വി മൈനസ് എ ബി ബൈ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ടി വരും. ആർ ടീനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മൈനസ് ആർ ടി ഇസ് ഈക്വൽ ടു 0. ദെൻ വി സ്ക്വയർ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ബോത്ത് ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് വി സ്ക്വയർ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? വി സ്ക്വയർ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പി വിനെ വി സ്ക്വയർ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ജസ്റ്റ് എഴുതി വെക്കാം. വി സ്ക്വയർ പി ഇൻറ്റു പി വി, സോറി വി സ്ക്വയർ ബൈ പി ആണ്. വി സ്ക്വയർ ബൈ പി ഇൻറ്റു ഇക്വേഷനെ വി സ്ക്വയർ ബൈ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓരോ ടേംസിനെയും. മൈനസ് വി സ്ക്വയർ ബൈ പി ഇൻറ്റു പി ബി പ്ലസ് വി സ്ക്വയർ ബൈ പി ഇൻറ്റു എ ബൈ വി മൈനസ് വി സ്ക്വയർ ബൈ P into AB by V square minus V square by P into RT is equal to 0. നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. വി സ്ക്വയർ ബൈ പി ഇൻറ്റു പി വി, പിയും പിയും ക്യാൻസൽ ചെയ്താൽ വി ക്യൂബ് മൈനസ് ഇവിടെ പിയും പിയും ക്യാൻസൽ ചെയ്താൽ വി സ്ക്വയർ ബി പ്ലസ് ഇവിടെ വിയും വിയും ക്യാൻസൽ ചെയ്താൽ എ വി ബൈ പി മൈനസ് വി സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ എ ബി ബൈ പി മൈനസ് വി സ്ക്വയർ ആർ ടി ബൈ പി ഇസ് ഈക്വൽ ടു 0. വി സ്ക്വയർ ഇവിടെയുണ്ട്, വി സ്ക്വയർ ഇവിടെയുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുക? വി സ്ക്വയറിനെ പുറത്തെടുത്തിട്ട് ഈ രണ്ട് ടേംസിനെയും ഒരുമിച്ച് എഴുതാം. വി ക്യൂബ് മൈനസ് ബി പ്ലസ് ആർ ടി ബൈ പി ഇൻറ്റു വി സ്ക്വയർ പ്ലസ് എ ബൈ പി വി, ഈ ടേം ഇങ്ങോട്ട് എഴുതി, എ ബൈ പി വി മൈനസ് എ ബി ബൈ പി ഇസ് ഈക്വൽ ടു 0. വി സ്ക്വയർ ബിയും വി സ്ക്വയർ ആർ ടി ബൈ പിനെ നമ്മൾ ഒരുമിച്ച് എഴുതിയതാണ്. മൈനസ് സൈൻ പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ പ്ലസ് സൈനായി. ദിസ് ഇസ് ദ ഇക്വേഷൻ നമ്പർ 1. നമ്മൾ എന്താ ചെയ്തത്? 1 mole of gas van der Waals equation is P plus A by V square into V minus B is equal to RT. അതിനെ ജസ്റ്റ് ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി. ആർ ടി ഇസ് ഈക്വൽ ടു ആർ ടി ആണ്. ആർ ടീനെ ഇങ്ങോട്ട് എടുത്തപ്പോൾ മൈനസ് ആർ ടി ആയി. ദെൻ ഈ ടേം മൊത്തം എല്ലാ ടേംസിനെയും വി സ്ക്വയർ ബൈ പി കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ വി സ്ക്വയർ ബൈ പി കൊണ്ട് ഓരോ ടേമിനെയും ഇൻറ്റു ചെയ്താൽ നമുക്ക് ലാസ്റ്റ് എങ്ങനെ കിട്ടും? വി ക്യൂബ് മൈനസ് വി സ്ക്വയർ ബി പ്ലസ് എ വി ബൈ പി മൈനസ് എ ബി ബൈ പി മൈനസ് വി സ്ക്വയർ ആർ ടി ബൈ പി ഇസ് ഈക്വൽ ടു 0. ദെൻ വി സ്ക്വയർ രണ്ട് ടേമിലുണ്ട്, അപ്പോൾ വി സ്ക്വയറിനെ പുറത്തെടുത്ത് അത് രണ്ടിനെ ഒരുമിച്ച് എഴുതിയാൽ വി പ്ലസ് ആർ ടി ബൈ പി ഇൻറ്റു വി സ്ക്വയർ ആവും. അപ്പോൾ വി ക്യൂബ് മൈനസ് വി പ്ലസ് ആർ ടി ബൈ പി ഇൻറ്റു വി സ്ക്വയർ പ്ലസ് എ ബൈ പി വി മൈനസ് എ ബി ബൈ പി ഇസ് ഈക്വൽ ടു 0. ദിസ് ഇസ് ദ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ക്യൂബിക് ഇക്വേഷൻ ആണല്ലേ, വി ക്യൂബ് മൈനസ്, ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ക്യൂബിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയബിൾ വി ആണ്. അപ്പോൾ ഇറ്റ് വിൽ ഹാവ് 3 റൂട്ട്സ്. ക്യൂബിക് ഇക്വേഷൻ ആകുമ്പോൾ 3 റൂട്ട്സ് ഉണ്ടാവും. അതായത്
For a given values of P and T, there will be 3 values of V. 3 values of V. കാരണം it is a cubic equation in the variable V. So ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 V values ഉണ്ടാകും. This is the theoretical PV isotherms of CO2 according to the van der Waals equation. van der Waals equationൽ Vക്ക് 3 values ഉണ്ടാവും. ആ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫാണിത് CO2ൻ്റെ. എക്സ്പെരിമെൻ്റൽ ഐസോതെർംസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബോത്ത് ആർ ഓൾമോസ്റ്റ് സിമിലർ, ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. വാട്ട് ഈസ് ദാറ്റ്? ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വേവ് ലൈക്ക് പോർഷൻസ് അപ്പിയർ ഹിയർ ഇൻ പ്ലേസ് ഓഫ് ഹൊറിസോണ്ടൽ പോർഷൻസ്. അതായത് എക്സ്പെരിമെൻ്റൽ ഐസോതെർംസിൽ ഒരു ഹൊറിസോണ്ടൽ പോർഷൻസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ തിയററ്റിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ എന്താണ്? ഒരു വേവ് ഷേപ്പ് പോർഷൻസ് ആണുള്ളത്. ഐസോതെർം ഒന്ന് നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് 13.1 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ വാല്യൂസ് വിക്ക് 3 വാല്യൂസ് ഉണ്ട്. ഓൾ ആർ റിയൽ വാല്യൂസ് ആണ്. ഏതൊക്കെയാണ്? സി, എക്സ് ആൻഡ് ബി. ദെൻ 21.5 ഡിഗ്രി സെൽഷ്യസിൽ അതിലും 3 വാല്യൂസ് ഉണ്ട്. ഒന്നും കൂടെ ക്ലോസ് ആയിട്ടാണ് ആ വാല്യൂസ് ഉള്ളത്. നെക്സ്റ്റ് സി, അതായത് 31.1 ഡിഗ്രി സെൽഷ്യസിൽ ക്രിട്ടിക്കൽ പോയിൻ്റ് എഫിൽ എന്താണ്? വിൻ്റെ 3 വാല്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, റിയൽ നമ്പറാണ്, ഐഡൻറ്റിക്കലാണ്. നേരത്തെ 2 കേസിലും അതായത് എ കർവും ബി കർവും നോക്കുകയാണെങ്കിൽ റിയൽ വാല്യൂസ് ആണ്, ബട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് അല്ലേ. പക്ഷേ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ അതായത് ക്രിട്ടിക്കൽ പോയിന്റിൽ എന്താണ്? വിൻ്റെ 3 വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആണ്. അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഫോർ 1 mole of gas, 3 values of V are all identical and equal to Vc. That is critical volume. ക്രിട്ടിക്കൽ പോയിന്റിൽ V എന്ന് പറഞ്ഞാൽ Vcക്ക് ഈക്വൽ ആണ്. 3 വാല്യൂസും ഐഡൻറ്റിക്കൽ ആണ്. critical volume. That is നമുക്ക് എങ്ങനെ എഴുതാം? The critical point V equal to Vc. That is V minus Vc is equal to 0. Then V minus Vc whole cube is equal to 0. A minus B whole cube ഫോമിലാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും? V cube minus 3Vc V square plus 3Vc square V minus Vc cube is equal to 0. This is the equation number 2. നേരത്തെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ പിക്ക് പകരം പി സി, അതായത് ക്രിട്ടിക്കൽ പ്രഷർ, ടിക്ക് പകരം അതായത് ടെമ്പറേച്ചറിന് ക്രിട്ടിക്കൽ ടി സി അപ്ലൈ ചെയ്താൽ ആ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും നോക്കാം. വി ക്യൂബ് മൈനസ് ബി പ്ലസ് ആർ ടി ബൈ പി ആണ്. നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൊടുക്കുമ്പോൾ ടി സി ആൻഡ് പി സി. വി സ്ക്വയർ പ്ലസ് എ ബൈ പി വി, പിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? പി സി കൊടുക്കുന്നു. മൈനസ് എ ബി ബൈ പി സി ഇസ് ഈക്വൽ ടു 0. This is the equation number 3. ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ കമ്പയർ ചെയ്യാം.
രണ്ട് ഇക്വേഷനും ഈക്വൽ ആണ്. ദെൻ കോഎഫിഷ്യൻസ് എന്താണ്, നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വി സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും നോക്കാം. എഴുതാം. 3vc is equal to വി സ്ക്വയർ സെക്കൻഡ് ഇക്വേഷനിൽ വി സ്ക്വയർ, അപ്പോൾ അത് 3vc ഈക്വൽ ടു പറഞ്ഞിട്ട് ഇവിടെയുള്ള ടേം എന്ന് പറയുന്നത് ബി പ്ലസ് ആർ ടി സി ബൈ പി സി. ദിസ് ഇസ് ദ ഇക്വേഷൻ നമ്പർ 4. ദെൻ വിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 3vc സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബൈ പി സി. ദിസ് ഇസ് ദ ഇക്വേഷൻ നമ്പർ 5. Then vc cube is equal to ab by pc. This is the equation number 6. Then dividing equation 6 by 5. Equation 6 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. Equation 6 divided by equation 5 എന്താ കിട്ടുക? 5നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ജസ്റ്റ് എഴുതുക. 3vc ക്യൂബ് 3vc സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി ബൈ പി സി ഡിവൈഡഡ് ബൈ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരും, പി സി ബൈ എ. വി സ്ക്വയർ വി സി ക്യൂബ്, then vc by 3 is equal to pc cancel ചെയ്യാം, a cancel ചെയ്താൽ b. That is equal to vc is equal to 3b. pc എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ക്രിട്ടിക്കൽ വോളിയം. ക്രിട്ടിക്കൽ കോൺസ്റ്റൻസും വാണ്ടർ വാൾസ് കോൺസ്റ്റൻസും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ വോളിയം ഇസ് ഈക്വൽ ടു 3b. നെക്സ്റ്റ് വി സിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 5ൽ അപ്ലൈ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യാണ്. ഇക്വേഷൻ 5 എന്തായിരുന്നു? ഇക്വേഷൻ 5 എന്ന് പറഞ്ഞാൽ 3vc സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബൈ പി സി. അപ്പോൾ വി സി എന്താണെന്ന് നമുക്കറിയാം, 3b. അത് ഇവിടെ അപ്ലൈ ചെയ്താൽ 3 ഇൻറ്റു 3b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബൈ പി സി. നമുക്ക് പി സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇതെന്ത് വരും? 9 ഇൻറ്റു 3 27b സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബൈ പി സി. 27b സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബൈ പി സി. പി സി ഇസ് ഈക്വൽ ടു എ ബൈ 27b സ്ക്വയർ. പി സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പ്രഷർ. പി സി ഇസ് ഈക്വൽ ടു എ ബൈ 27b സ്ക്വയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേഷൻ 4ൽ അപ്ലൈ ചെയ്യാണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇക്വേഷൻ 4 എന്തായിരുന്നു? 3vc ഇസ് ഈക്വൽ ടു ആർ ടി സി ബൈ പി സി. വി സിൻ്റെ വാല്യൂ നമുക്കറിയാം, പി സിൻ്റെ വാല്യൂ അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3b ഇസ് ഈക്വൽ ടു ആർ ടി സി ബൈ പി സിൻ്റെ വാല്യൂ എന്താണ്? എ ബൈ 27b സ്ക്വയർ. എ ബൈ 27b സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ടി സി ആണ്. അപ്പോൾ ജസ്റ്റ് ടി സി ഇസ് ഈക്വൽ ടു എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. 3 ഇൻറ്റു 3b ഇസ് ഈക്വൽ ടു 9b. സോറി, ഇവിടെ ഒരു ബി പ്ലസ് ഉണ്ട്. ബി പ്ലസ് ആർ ടി സി ബൈ പി സി. ബി പ്ലസ് ദെൻ 9b ഇസ് ഈക്വൽ ടു, ഈ ബീനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി സി ബൈ എ. 27b സ്ക്വയറിനെ നമുക്ക് മുകളിലേക്ക് എടുക്കാം. 27b സ്ക്വയർ ഇവിടെ ഡിവൈഡഡ് ആയതുകൊണ്ട്. ദെൻ 8b ഇസ് ഈക്വൽ ടു ആർ ടി സി ബൈ എ ഇൻറ്റു
27b². നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഏതാണ്? TC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. ദെൻ TCനെ മാത്രം ഒരു ഭാഗത്തേക്കാക്കിയിട്ട് ബാക്കി എന്താണെന്ന് നോക്കാം. 8BA divided by 27RB² is equal to TC. അല്ലേ? TCനെ ഇവിടെ വെച്ചു. 27B²/R നമുക്ക് ഡിവൈഡഡ് ബൈ കൊടുത്തു. അതാണ് ഇത്. ദാറ്റ് ഈസ് TC ഇസ് ഈക്വൽ ടു, ക്യാൻസൽ ചെയ്യാം അല്ലേ? B²B ക്യാൻസൽ ചെയ്താൽ 8A divided by 27RB. This is the equation number 3. So critical VC എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. VCയും വാൻ ഡെർ വാൾസ് ഇക്വേഷൻ കോൺസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻസ്. VC equal to 3B, PC is equal to A/27B² and TC is equal to 8A divided by 27RB. ഈ 1, 2, 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് it is possible to calculate the critical constant of a gas if its van der Waals constants are known. van der Waals constant നമുക്ക് അറിയാമെങ്കിൽ ക്രിട്ടിക്കൽ വോളിയം, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താണെന്ന് നോക്കാം. കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? PV/RT. അപ്പോൾ ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ZC is equal to PCVC divided by RTC. നമുക്കറിയാം ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VC is equal to 3B ആണ്. PC is equal to A/27B². TC is equal to 8A divided by 27RB. ഈ 3 വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് ZC is equal to PC, അതായത് A/27B² into VC 3B divided by RTC, R into 8A divided by 27RB. അതിന് B ക്യാൻസൽ ചെയ്യാം, അതേപോലെ R ക്യാൻസൽ ചെയ്യാം. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? 3A/27B into 27B divided by 8A. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് എടുക്കുമ്പോൾ 27B ക്യാൻസൽ ചെയ്യാം, A ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് 3/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.375. നമ്മൾ പറഞ്ഞു ഏതൊരു ഗ്യാസിൻ്റെയും ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 0.375 ആണ്. അപ്പോൾ അതിൻ്റെ 0.375 അല്ല അതിൻ്റെ നിയർ ആയിട്ടുള്ള വാല്യൂ ആണോ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ വാൻ ഡെർ വാൾസ് ഗ്യാസ് ഓർ നോട്ട്. ബട്ട് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഗ്യാസസിൻ്റെ ZC കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണ്, അറൗണ്ട് 0.3. അതായത് തിയോററ്റിക്കലി 0.375 ആണ് കിട്ടുന്നത്. പക്ഷെ എക്സ്പെരിമെൻ്റലി കിട്ടിയ വാല്യൂ അറൗണ്ട് 0.3 ആണ്. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോയിൽ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. ബോയിൽ ടെമ്പറേച്ചർ TB ആണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം ബോയിൽ ടെമ്പറേച്ചർ TB is equal to A/RB. Then TC is equal to 8A/27RB. അതായത് A/RB എന്ന് പറഞ്ഞാൽ എന്താണ്?
ബോയിൽ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് TC എങ്ങനെ എഴുതാം? TC is equal to 8/27 TB. ഇങ്ങനെ എഴുതാം, 8/27 TB. Then TB is equal to 27/8 TC. 27/8 എന്നാൽ എന്താണ്? 3.375 TC. That is TB/TC is equal to 3.375. അതായത് ഈ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് TB/TC ചെയ്താൽ നമുക്ക് എപ്പോഴും എന്ത് കിട്ടണം? 3.375. പക്ഷേ എക്സ്പെരിമെൻ്റൽ ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ റേഷ്യോ എന്ന് പറയുന്നത് ക്ലോസർ ടു 2.5 ആണ്. തിയററ്റിക്കലായിട്ട് 3.375 ആണ് കിട്ടുന്നതെങ്കിലും എക്സ്പെരിമെൻ്റൽ ഡാറ്റ കാണിക്കുന്നത് 2.5 ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളും, അതായത് ഒന്ന് ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ ZC, അതേപോലെ TB/TC റേഷ്യോ. ഇത് രണ്ടും തിയററ്റിക്കൽ വാല്യൂയും എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. കംപ്രസിബിലിറ്റി ഫാക്ടർ 0.375 ആണ് തിയററ്റിക്കലി, ബട്ട് എക്സ്പെരിമെൻ്റലി കിട്ടുന്നത് 0.3 ആണ്. അതേപോലെ TB/TC റേഷ്യോ 3.375 ആണ്. തിയററ്റിക്കലി, എക്സ്പെരിമെൻ്റലി ഇറ്റ് ഈസ് ക്ലോസർ ടു 2.5. തിയററ്റിക്കൽ വാല്യൂം എക്സ്പെരിമെൻ്റൽ വാല്യൂം തമ്മിൽ ഡിഫറൻസ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? മെയിനായിട്ട് വാണ്ടർ വാൾസ് കോൺസ്റ്റൻറ്റ്, അതായത് A and B ആർ നോട്ട് എക്സാക്ട് കോൺസ്റ്റൻറ്റ് ഫോർ എ ഗ്യാസ്, ദാറ്റ് ദേ വാരി വിത്ത് ടെമ്പറേച്ചർ. ഒരു ഗ്യാസിൻ്റെ എക്സാക്ട് കോൺസ്റ്റൻസ് അല്ല, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് സെയിം ഗ്യാസിൻ്റെ തന്നെ വാണ്ടർ വാൾസ് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബോത്ത് വാല്യൂസും ഓൾമോസ്റ്റ് കറക്റ്റ് ആവുന്നത് എപ്പോഴാണ്? ഇൻ ദ വിസിനിറ്റി ഓഫ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓൾമോസ്റ്റ് സെയിം ആവുന്നുണ്ട്, പക്ഷേ ഡിഫറൻസസ് കാണിക്കുന്നത് എപ്പോഴാണ്? നോട്ട് ഇൻ ദ വിസിനിറ്റി ഓഫ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ.